ജപ്പാൻ പോലത്തെ രാജ്യങ്ങളിൽ പുരോഗമിക്കുന്നതിന്റെ പ്രധാന കാരണം അവരുടെ പൗരന്മാരെ പരിശീലിപ്പിക്കുന്നത് ചെറുപ്പത്തിലേ തുടങ്ങും. 4ാം ക്ലാസ് എത്തുന്നത് വരെ പല സ്കൂളുകളിലും പരീക്ഷകളില്ല. കുട്ടികളോട് പഠിക്കുന്നു പറഞ്ഞിട്ട് അവരുടെ ഹൃദയം പൊട്ടിക്കൂല. മനസ്സിൽ ഭാവന വളരാൻ വേണ്ടിയിട്ട് ചെറുപ്പത്തിലെ പരിശീലനങ്ങൾ നൽകും. നന്നായിട്ട് പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കും. ടീമായിട്ട് ഒന്നിച്ച് ഒരേ മനസ്സോടെ എങ്ങനെ പ്രവർത്തിക്കും. സ്കൂളുകളിലൊന്നും തൂപ്പുകാരില്ല. അങ്ങനത്തെ പണികളൊക്കെ കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. പ്രകൃതിയെ സംരക്ഷിക്കാൻ, നശിപ്പിക്കാനല്ല, സൃഷ്ടിക്കാൻ പഠിപ്പിക്കും. വിദ്യാഭ്യാസം കൊടുക്കുന്നത് കഴിവുകൾ വർദ്ധിപ്പിക്കാനും അറിവ് കൂട്ടാനും വേണ്ടിയിട്ടാണ്. അതായത് A+ന് വേണ്ടിയിട്ടല്ല എന്നർത്ഥം. ഏറ്റവും പ്രധാനമുള്ളത് എന്തെന്നറിയോ? അച്ചടക്കം. ആ സമൂഹത്തിന് ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുകയല്ല, അവരെ പുരോഗതാത്മകമായ രീതിയിൽ അവരെ വഴിതിരിച്ച് വിട്ടിരിക്കുക. ഇതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളുടെ മനസ്സ് മുരട്ടിക്കല്ല ചെയ്യുന്നത്. അവർ സ്കൂളിൽ പോകുന്ന പറഞ്ഞാൽ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. 100% കുട്ടികൾ സ്കൂളിലെത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെ ധിഷണുണ്ടല്ലോ, ബുദ്ധിയും ആരോഗ്യവും ഊർജ്ജവും ആയുസ്സും ലോകോത്തര നിലവാരത്തിൽ മികച്ചത് എന്നുള്ള രീതിയിലാണ് കണക്കാക്കപ്പെടുന്നത്.